ഫോർട്ട് കൊച്ചി പരേഡ് മൈതാനത്ത് പാപ്പാഞ്ഞിയെ കത്തിക്കുന്നതും പുതുവത്സര റാലിയും റദ്ദാക്കി. കാർണിവൽ കമ്മിറ്റി നേരിട്ട് നടത്തുന്ന പരിപാടികളാണ് റദ്ദാക്കിയത്. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തെ തുടർന്ന് ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് തീരുമാനം. ഗാലാഡി കൊച്ചി വെളി മൈതാനത്ത് നിശ്ചയിച്ച പരിപാടികളിൽ മാറ്റമില്ല. ഡാനി പോളാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഡാനി, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഡാനിയിലേക്ക് വരാം. എന്തായാലും ഫോർട്ട് കൊച്ചിയിൽ ഇത്തവണ പാപ്പാഞ്ഞിയെ കത്തിക്കില്ല. കാർണിവൽ കമ്മിറ്റി ആഘോഷങ്ങൾ റദ്ദാക്കിയിരിക്കുന്നു. നമുക്കറിയാം, ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തെ തുടർന്ന് ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. 7 ദിവസത്തെ അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇപ്പോൾ ഇതും ഒഴിവാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. കാർണിവൽ കമ്മിറ്റി തന്നെ ആഘോഷങ്ങൾ റദ്ദാക്കിയിരിക്കുന്നു. ഡാനി തുടരുന്നുണ്ട്. ഡാനി, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഇത്തവണ പാപ്പാഞ്ഞിയെ കത്തിക്കലില്ല. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അശ്വതി, ഗുഡ് മോർണിംഗ്. ഇത്തവണ പുതുവത്സര ആഘോഷത്തിൻ്റെ ഭാഗമായി ഇത്തവണ ഈ ഫോർട്ട് കൊച്ചി പരേഡ് ഗ്രൗണ്ടിൽ സ്ഥിരമായിട്ട് നടക്കുന്ന ഈ പപ്പാഞ്ഞി കത്തിക്കൽ എന്ന് പറയുന്ന പരിപാടി, അതോടൊപ്പമുള്ള ആഘോഷങ്ങൾ, ഇതെല്ലാം കൊച്ചി കാർണിവൽ കമ്മിറ്റി, അത് ജില്ലാ ഭരണകൂടമായിട്ടെല്ലാം സഹകരിച്ച് നടത്തുന്നതാണ്. അവരുടേതായ ആഘോഷങ്ങളെല്ലാം തന്നെ മാറ്റിവെച്ചിരിക്കുന്നു. നമുക്കറിയാം അതിൻ്റെ ഒരു സാഹചര്യം, കാരണം അത് ഒഴിച്ചുകൂടാൻ പറ്റാത്തതുമാണ്. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിൻ്റെ നിര്യാണത്തെ തുടർന്നാണ് ഈ ഒരു ദുഃഖാചരണത്തെ തുടർന്ന് ആണ് ഇതെല്ലാം തന്നെ ആഘോഷ പരിപാടികളെല്ലാം കാർണിവൽ അടക്കം മാറ്റിവെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നത്. എന്തായാലും അതിൽ ഇപ്പോൾ നിർമ്മാണം പൂർത്തിയായിക്കൊണ്ടിരുന്ന ഒരു കൂറ്റൻ പപ്പാഞ്ഞിയുണ്ട്, അതിൻ്റെ മാതൃകയുണ്ട്. അത് അവിടെ ഉയർത്തും. അത് എരിക്കലില്ല, അത് കത്തിക്കുന്നില്ല. അത് ഒരു മാതൃക എന്ന രീതിയിൽ തന്നെ അവിടെ അത് ഉയർത്താനാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത്. കാരണം അതിൻ്റെ നിർമ്മാണം ഏതാണ്ട് 90% പൂർത്തിയായി കഴിഞ്ഞൊരു സാഹചര്യത്തിൽ കൂടിയാണ്. അതവിടെ പ്രതീകാത്മകമായി അവിടെ ഉയർത്തും. പക്ഷേ മറ്റ് ആഘോഷ പരിപാടികളോ ഒന്നും, ഈ ജില്ലാ ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിലുള്ള പരിപാടികളൊന്നും ബീച്ചിനോട് അടുത്ത് നിൽക്കുന്ന പരേഡ് ഗ്രൗണ്ട് അവിടെ നടത്തുന്നില്ല എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. കാർണിവൽ റാലി പുതുവത്സര ദിനത്തിൽ നടത്തുന്ന വളരെ വിപുലമായ രീതിയിലുള്ള നിരവധി നിശ്ചല ദൃശ്യങ്ങൾ അടങ്ങുന്ന ഫോർട്ട് കൊച്ചിയുടെ ഒരു കാഴ്ചയാണത് ഈ നവോത്സവ ദിനത്തിലെല്ലാം തന്നെ. അപ്പോൾ അത് ആ ദിവസത്തിൽ നിന്ന് മാറ്റിവെച്ചിട്ടുണ്ട്. അത് മറ്റൊരു ദിവസത്തേക്ക് നടത്താനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതായത് ആ ആഴ്ചയിൽ തന്നെ മറ്റേ ഈ ദുഃഖാചരണത്തിൻ്റെ പരിധി കഴിഞ്ഞിട്ടുള്ള മറ്റൊരു ദിവസം അത് നടത്താനാണ് അവരുടെ തീരുമാനം. അതിന് ജില്ലാ ഭരണകൂടത്തിൻ്റെ അടക്കം അനുമതിയും ആവശ്യമാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടത്തും. അതിന് അനുമതി ലഭിക്കുമെന്നൊരു പ്രതീക്ഷയാണ് അവർക്കുള്ളത്. കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വലിയ രീതിയിലുള്ള ഒരുക്കങ്ങൾ എല്ലാം തന്നെ പൂർത്തിയായിരിക്കുന്നു. കാരണം ടാബ്ലോ അടക്കമുള്ള കാര്യങ്ങൾക്ക് വലിയ പണച്ചിലവും കാര്യങ്ങളും വരികയാണ്. നിരവധി ക്ലബ്ബുകളും മറ്റ് സംഘടനകളും എല്ലാം ഇതിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അവരെല്ലാം അവരുടെ ഒരുക്കങ്ങൾ, അതിനുവേണ്ടിയുള്ള ബുക്കിംഗ് കാര്യങ്ങളെല്ലാം തന്നെ പൂർത്തിയായിരുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് ഈ ദുഃഖാചരണത്തിൻ്റെ പരിധി കഴിയുന്ന അടുത്ത ദിവസങ്ങളിൽ തന്നെ അത് നടത്താൻ, അങ്ങനെ ഒരു കാർണിവൽ റാലി നടത്തുക എന്നതാണ് ഈ കൊച്ചിൻ കാർണിവൽ കമ്മിറ്റി ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. അത് ജില്ലാ ഭരണകൂടത്തിൻ്റെ അടക്കം അനുമതി നേടിയെടുക്കാൻ കഴിയുമെന്ന് അവർ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റ് ആഘോഷ പരിപാടികളെല്ലാം തന്നെ ഈ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ പരേഡ് ഗ്രൗണ്ടിൽ വലിയ രീതിയിലുള്ള DJ പാർട്ടിയും ആഘോഷങ്ങളും എല്ലാം തന്നെ തുടർന്ന് വരുന്ന അതിനൊടുവിലാണ് ഈ പപ്പാഞ്ഞി ഇരിക്കുക എന്ന കാര്യം ഉണ്ടാകുന്നത്. അപ്പോൾ അതെല്ലാം പൂർണ്ണമായി മാറ്റിവെച്ചിരിക്കുന്നു. മറ്റൊന്ന്, ഈ ഫോർട്ട് കൊച്ചി തന്നെ വെളി ഗ്രൗണ്ടുണ്ട്. വെളി ഗ്രൗണ്ടിൽ നടത്തുന്ന ഗാലഡി കൊച്ചി എന്ന് പറയുന്ന സംഘടന നടത്തുന്ന പരിപാടികളുണ്ട്. അത് നമുക്കറിയാം, നേരത്തെ വലിയ രീതിയിൽ വിവാദമായതാണ്. കാരണം അവിടെ ഒരു പപ്പാഞ്ഞി ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനെ കത്തിക്കാൻ അനുമതി ആദ്യം പോലീസ് നൽകിയിരുന്നില്ല. സുരക്ഷാ കാരണങ്ങളടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് 2 ഇടങ്ങളിലും ഇതേപോലുള്ള ഈ പരിപാടികൾ നടക്കുമ്പോൾ പൂർണ്ണമായും സുരക്ഷ ഉറപ്പാക്കേണ്ടതുണ്ട്. അതിന് പര്യാപ്തമായൊരു സംവിധാനം പോലീസിന് ഇല്ല. കൂടുതൽ പോലീസ് നിരീക്ഷണ ക്യാമറകൾ ഇതെല്ലാം വേണമെന്ന് കോടതിക്ക് മുൻപാകെ പറഞ്ഞിരുന്നു. പിന്നീട് കോടതിയുടെ പ്രത്യേക അനുമതിയോടുകൂടി സുരക്ഷാ ക്രമീകരണങ്ങൾ, കർശനമായ മാർഗനിർദ്ദേശങ്ങൾ ഇതെല്ലാം തന്നെ ഒരുക്കി മാത്രം അത് ചെയ്യാം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അവിടേക്ക് സ്വാഭാവികമായും അവിടെ മാത്രമേ ഇത്തവണ ഈ പപ്പാഞ്ഞിയെ കത്തിക്കുക എന്ന രീതിയിലുള്ള ഫോർട്ട് കൊച്ചിയിൽ കാണപ്പെടുന്ന അങ്ങനെ ഒരു ആഘോഷപരമായ പുതുവത്സരത്തെ എതിരേൽക്കുകയും പോയ വർഷത്തെ യാത്രയക്കുകയും ചെയ്യുന്ന കാഴ്ചപ്പാടിലുള്ള പരിപാടി ഉണ്ടാകുക അതവിടെ മാത്രമായിരിക്കും. സ്വാഭാവികമായും അവിടേക്കായിരിക്കും ഇത്തവണ പൂർണ്ണമായും ഇവിടെ വരുന്ന കാണികളെല്ലാം ആഘോഷത്തിനായി എത്തുക എന്നതാണ്. അപ്പോൾ പോലീസിന് ഏതായാലും അവിടെയും കൃത്യമായ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും ക്യാമറകളും ഇതെല്ലാം തന്നെ ഒരുക്കേണ്ടതുണ്ട്. എന്തായാലും ആഘോഷങ്ങൾ ഫോർട്ട് കൊച്ചിയുടെ സുരക്ഷിതമായ ആ സ്ഥലത്ത് നിന്ന് അവിടെ നിന്ന് മാറിയിട്ട് ഫോർട്ട് കൊച്ചി വെളി ഗ്രൗണ്ടിലേക്ക് വരിക എന്നതാണ്. അവിടെയാണ് ഇത്തവണ ആഘോഷങ്ങൾ ഉണ്ടായിരിക്കുക.
ഏതായാലും ആ രീതിയിലുള്ളൊരു ക്രമീകരണങ്ങളടക്കം പൂർത്തിയാക്കുകയാണ്. വരും ദിവസങ്ങളിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ അടക്കമുള്ള യോഗമുണ്ട്. അതിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കുകയും ചെയ്യും. വലിയ ഗതാഗത സംവിധാനങ്ങൾ, നിയന്ത്രണങ്ങളടക്കം ഏർപ്പെടുത്തേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങൾ കൂടി പൂർത്തിയാക്കിക്കൊണ്ടായിരിക്കും. ഏതായാലും ഇത്തവണ 2 പപ്പാഞ്ഞി ഫോർട്ട് കൊച്ചിയിൽ കത്തും എന്നായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോഴത് ഇങ്ങനെയൊരു അടിയന്തര സാഹചര്യത്തിൽ ഒന്നായി മാറുകയാണ്. മറ്റിടത്ത് പപ്പാഞ്ഞിയെ ഉയർത്തുമെങ്കിലും അത് കത്തിക്കുകയുണ്ടാവില്ല. അശ്വതി.